الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അവകാശത്തിലും സഹജീവികളായ മനുഷ്യരുടെ അവകാശത്തിലും അങ്ങേയറ്റത്തെ അക്രമത്തിന് കാരണമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഊഹമെന്നത്, ഊഹിക്കുക എന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണയിൽ പിശക് വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ധാരണിച്ച് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നതിനെ ഊഹമെന്ന് വേണമെങ്കിൽ പറയാം. ഷഫീ മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാം റംലി റഹ്മഹുല്ലാഹ് നിഹായത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ ഊഹം മതപരമായി 4 തരത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. വാജിബുണ്ട്, മൻദൂബുണ്ട്, മുബാഹുണ്ട്, ഹറാമുണ്ട്. നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് വാജിബായതും ഹറാമായതുമായ ഊഹങ്ങളെ കുറിച്ചാണ്. നിർബന്ധമായും ഉണ്ടാകേണ്ട ഊഹം ഒന്നാമത്തേത് അല്ലാഹു തആലയെ കുറിച്ചുള്ള സദ്വിചാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഹദീസിൽ, അല്ലാഹുവിന്റെ ഏറ്റവും നല്ല ഇബാദത്തുകളിൽപ്പെട്ടതാണ് അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത്. ഇന്ന ഹുസ്നുൽ ളന്നി ബില്ലാഹ് മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്. അള്ളാഹുവിനെ നല്ല ഇബാദത്ത് ചെയ്യുക എന്നതിൽപ്പെട്ടതാണ് അള്ളാഹു തആലയെ കുറിച്ച് സദ്വിചാരമുണ്ടാവുക എന്നത്. നമുക്ക് ഭാവിയിൽ നല്ലത് വരുമെന്ന് വിചാരിച്ചാൽ ആ നല്ലത് വന്നു തരുന്നവൻ റബ്ബുൽ ഇസ്സത്താണ് എന്ന വിചാരത്തോടുകൂടി നല്ലത് വരുമെന്ന് വിചാരിച്ചാൽ തന്നെ അള്ളാഹു തആലയെ കുറിച്ച് ഹുസ്നുൽ ളന്നി ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 3 ദിവസം മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി തആല. അള്ളാഹുവിനെ കുറിച്ച്
സദ്വിചാരത്തോടുകൂടിയായി, നല്ല വിചാരത്തോടുകൂടിയല്ലാതെ ഒരാളും മരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മരിക്കുന്ന സമയത്ത് പോലും അല്ലാഹു തആലയെ കുറിച്ച് നല്ല വിചാരമാണ്. ഞാൻ അധികം പാപം ചെയ്തവനാണ്, എന്നെ അല്ലാഹു നരകത്തിലുണ്ടും എന്നുള്ളത് ദുർവിചാരമാണ്. എത്ര പാപം ചെയ്താലും അത് പുറത്തു തന്ന് എന്നെ സ്വർഗത്തിലാക്കുന്നവനാണ് അല്ലാഹു. ഞാൻ എൻ്റെ പാപങ്ങൾക്ക് പാപമോചനം നേടിയാൽ ആ പാപമോചനത്തെ സ്വീകരിക്കുകയും എന്നെ പരിശുദ്ധമായ ഒരു ആത്മാവായി അല്ലാഹുവിലേക്ക് സ്വീകരിക്കുകയും ചെയ്യും എന്ന ഒരു നല്ല വിചാരം മരണത്തിൻ്റെ സമയത്തുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖാലല്ലാഹ് അന ഇൻദ വന്ന അബ്ദി ബി, എൻ്റെ ദാസൻ എന്നെ വിചാരിക്കും പോലെയാണ്. എൻ്റെ ഒരു പ്രശ്നം അല്ലാഹു തീർത്തു തരും എന്ന് വിചാരിക്കുന്നവൻ്റെ പ്രശ്നം അല്ലാഹു തആല തീർത്തു തരും. എന്നാൽ ഈ പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടില്ല, അല്ലെങ്കിൽ തീർത്തു തരില്ല എന്ന് വിചാരിക്കുന്ന പ്രശ്നം അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് ഉപകാരം കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം? ആ ഉപകാരം അല്ലാഹു തആല നമുക്ക് തരും എന്നുള്ള വിചാരം നന്നാക്കൽ ആവശ്യമാണ്. മക്കൾ നഷ്ടപ്പെട്ട് 2 മക്കൾ, യൂസുഫ് അലൈഹിസ്സലാമും ബിന്യാമീനും. ഒരു മകൻ നഷ്ടപ്പെട്ട് ആ മകന്റെ യുവത്വം മുഴുവൻ ഈ പിതാവിൻ്റെ കണ്ണു കാണാത്ത അകലത്തിൽ ജീവിച്ച യൂസുഫ് അലൈഹിസ്സലാമും അങ്ങനെ വളർന്നു വന്ന് താൻ വളർത്തിയ ബിന്യാമീൻ എന്ന മകൻ 2 പേരും നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവനെ തൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ യാക്കൂബ് അലൈഹിസ്സലാം പറയുന്ന വാചകമുണ്ട്, കൽബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അയ്യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെയാണ് ആ പിതാവ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സുകൾക്ക്, നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സുകൾ ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു, അഥവാ പിശാച് നിങ്ങളെ ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ നന്നായി തോന്നിപ്പിച്ചിരിക്കുന്നു. എന്താ കാര്യം? യൂസുഫിനെ അകറ്റുക, ബിന്യാമീനെ അകറ്റുക എന്നത് നിങ്ങൾക്ക് നന്നായി തോന്നിപ്പിച്ചിരിക്കുന്നു. ഫസബ്റുൻ ജമീൽ, നന്നായി ക്ഷമിക്കുക തന്നെ. അവരെല്ലാവരും അല്ലാഹു എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നന്നാക്കുന്നതാണ്. തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവരും യുക്തിമാനും. ഇങ്ങനെ ഒരു ഹുസ്നുൽ തന്നെ. മകൻ നഷ്ടപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ മകനെ കാത്തിരിക്കുകയും അല്ലാഹു എനിക്ക് ആ മകനെ കാണിച്ചു തരുമെന്ന പ്രതീക്ഷ, സൽവിചാരം കൊണ്ടു നടക്കുകയും ചെയ്തു യാക്കൂബ് അലൈഹിസ്സലാം. ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ അല്ലാഹുവിനെ ശപിക്കാതെ, കാലത്തെ ചീത്ത വിളിക്കാതെ, എനിക്കൊരു ദുരന്തകാലമാണിത് എന്നൊന്നും പറയാതെ അല്ലാഹു തആലയെല്ലാം ശരിയാക്കി തരും എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ച ആരെയും അല്ലാഹു തആല കൈവിട്ടിട്ടില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റണം. ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, സത്യവിശ്വാസി തന്റെ റബ്ബിനോട് സദ്വിചാരം വെച്ച് പുലർത്തുന്നവനായതുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയവനാണ്. പ്രവർത്തനങ്ങൾ നന്നാക്കും. അല്ലാഹുവിൽ നിന്നും പ്രതീക്ഷയില്ലാത്തവൻ അല്ലാഹു തആല പറഞ്ഞ കൽപ്പനകളെ സ്വീകരിക്കാൻ മടി കാണിക്കും. എന്നാൽ അല്ലാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നവൻ, സദ്വിചാരമുള്ളവൻ, താൻ സത്യവിശ്വാസിയായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും. എന്നാൽ കപടവിശ്വാസിയോ വൈനൽ മുനാഫിഖു അസാഅ ബിറബ്ബിഹി വഅസാഅൽ അമൽ, കപടവിശ്വാസിയാകട്ടെ മോശമായ വിചാരം വെച്ച് പുലർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളും മോശമാക്കിയവനാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ നന്നാക്കണമെങ്കിൽ കൂടി അവിടെ അല്ലാഹുവിനെ കുറിച്ച് സദ്വിചാരം ആവശ്യമാണ്. അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചാൽ എന്ത് സംഭവിക്കും? അനസ് റളിയല്ലാഹു അൻഹു വേദന ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയുണ്ട്? ഈ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയുണ്ട്? യുവാവ് പറഞ്ഞത് എന്താണ്? ആ യുവാവ് പറഞ്ഞത്, വല്ലാഹി യാ റസൂലുള്ളാഹ് ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. അദ്ദേഹം പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്, എൻ്റെ പാപങ്ങളെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. وقال رسول الله صلى الله عليه وسلم لا يجتمعان في قلب عبد في مثل هذا الموت إلا أعطاه الله ما يرجو وآمنه مما يخاف. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമയുടെ ഹൃദയത്തിൽ
ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇവ രണ്ടും ഭയവും പ്രതീക്ഷയും ഒന്നിച്ചു വന്നാൽ അയാൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അയാൾക്ക് നൽകും. അയാൾ ഭയപ്പെടുന്നതിൽ നിന്നും അള്ളാഹു അയാൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്യാതിരിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, താൻ ചെയ്ത പാപങ്ങളിൽ അള്ളാഹു തആല നടപടിയെടുക്കുമോ എന്ന ഭയം, ഈ രണ്ട് കാര്യവുമുള്ള ആൾക്ക് നല്ല അവസ്ഥയാണ് നാളെ പരലോകത്തുണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവായ രോഗിയെ സന്ദർശിച്ച സമയത്ത് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വല്ലൻ ഫഇന്നൽ വന്ന അക്ദബുൽ ഹദീസ്. നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. ഊഹം വർത്തമാനങ്ങളിൽ ഏറ്റവും വ്യാജം നിറഞ്ഞതാണ്. അഥവാ ആളുകളെ കുറിച്ചുള്ള ഊഹം, മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻധാരണ, അതൊക്കെ യഥാർത്ഥത്തിൽ വലിയ പ്രയാസങ്ങൾ ഈ ലോകത്തും പരലോകത്തും ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദൻ അയ്യുഹിബ്ബ അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. സത്യവിശ്വാസികളെ, ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റകരമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത്. നിങ്ങൾ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദൂഷിച്ചു പറയരുത്. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ആ ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുന്നത് പോലെ നിങ്ങൾ ഈ കുറ്റം പറയുന്നത് വെറുക്കണം. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇവിടെ ഊഹത്തെ കുറിച്ചാണ് ആയത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞത്. ഊഹിക്കുക എന്നത് മിക്കതും അത് കളവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഊഹം വെടിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളിൽ നിന്നും തെളിവ് സഹിതം ഒരു കാര്യം കിട്ടുമ്പോഴാണ് അയാളെ കുറിച്ച് വിചാരിക്കേണ്ടത്. മറിച്ച് ഊഹിച്ച് പർവ്വതീകരിച്ച് പത വന്ന് ബബിൾസ് ഉണ്ടാക്കി ആ ബബിൾസ് കണ്ട് അതാണ് അടിയിലുള്ളതും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വിദ്വേഷവും വെറുപ്പും അസൂയയും ഉണ്ടായിത്തീരുക എന്നല്ലാതെ ഒരിക്കലും അത് സാമൂഹികമായ ഒരു യോജിപ്പിന് ഊഹം യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് വ്യഭിചാരം പറഞ്ഞുണ്ടാക്കിയ ആ സന്ദർഭത്തിൽ അല്ലാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു അങ്ങേയറ്റം വിഷമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു. സഹാബത്തൊക്കെ പ്രയാസപ്പെട്ടു. ഈ ആരോപണം മുനാഫികൾ അഴിച്ചുവിട്ടതാണെന്നറിഞ്ഞിട്ടും ഈ കാര്യം സഹാബത്തടക്കം വിശ്വസിച്ച് മറ്റുള്ളവരോട് പറയുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ അവസ്ഥയുണ്ടായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിറക്കിയപ്പോൾ വിശ്വാസികളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഉപദേശമാണ്. ലൗലാ ഇദ് സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. നിങ്ങൾ അത് കേട്ട സമയത്ത് സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സ്വന്തം ആളുകളെ പറ്റി എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല? ഇത് വ്യക്തമായ നുണ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തില്ല. ഏത് വ്യഭിചാരത്തിന്റെ വാർത്ത കേട്ടാലും, ഏത് കളവിന്റെ വഞ്ചനയുടെ വാർത്ത കേട്ടാലും ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ നുണ തന്നെയാണ് എന്ന് പറയേണ്ട ആ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് ഉള്ളത്. കേട്ടതങ്ങനെ സാമ്പത്തിക ആരോപണം വന്നാൽ ഉടനെ ആളുകൾ വിശ്വസിക്കും. വ്യഭിചാരാരോപണം വന്നാൽ മനുഷ്യനല്ലേ, സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകും എന്നാണ് പറയുക. സംഭവിച്ചു പോയിട്ടുണ്ടാവില്ല, അയാൾ അങ്ങനെയുള്ള ആളല്ല എന്ന് പറയാൻ ഈമാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ ഈമാന്റെ കുറവിടെയുണ്ട്. തെളിവ് സഹിതമാണ് വ്യഭിചാരത്തെ കുറിച്ച് പറയേണ്ടത്. 4 സാക്ഷികളില്ല, 3 സാക്ഷികൾ മാത്രം. വ്യഭിചാരോപണം വന്നു, 3 സാക്ഷികൾക്കും ഇസ്ലാമിക നിയമപ്രകാരം 80 അടി വീതം അടിക്കണം. അപ്പോൾ എത്ര അടി അടിക്കണം? 240 അടി അടിക്കണം. എന്നാൽ വ്യഭിചരിച്ച 2 ആളുകൾക്ക് 4 സാക്ഷികളെ കൊണ്ടുവന്നാലോ
രണ്ടു പേർക്കും കൂടി 100 അടി. അപ്പോൾ പറഞ്ഞുണ്ടാക്കിയ ആളുകൾക്ക് 240 അടി അടിക്കുമ്പോൾ ചെയ്തവന് 200 അടി. എന്തിന് നാവുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഊഹിക്കുകയും പറയുകയും ചെയ്യണം എന്നാലോചിക്കണം. വിശ്വാസികളുടെ മാതാവായ പ്രവാചക പത്നി സഫിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. ശേഷം മടങ്ങിപ്പോരുവാൻ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എഴുന്നേറ്റു. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു അവരുടെ താമസം. അപ്പോൾ അൻസാരികളിൽപ്പെട്ട 2 ആളുകൾ നടന്നു വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ധൃതി കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സാവകാശത്തിൽ നടന്നാലും നിശ്ചയം ഇത് സഫിയ്യത്ത് ബിൻത് ഹുയ്യാകുന്നു, അഥവാ എന്റെ ഭാര്യയാകുന്നു. അവർ 2 പേരും പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതനെ, അല്ലാഹു പരിശുദ്ധനാണ്. ഞങ്ങൾ താങ്കളെ കുറിച്ച് മോശമായി ഒന്നും വിചാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റതം. രക്തം സഞ്ചരിക്കുന്നിടത്തുകൂടി പിശാച് സഞ്ചരിക്കും മനുഷ്യന്റെ ശരീരത്തിൽ. വൈനി ഖശീതു അയ്യഖദിഫ ഫീ ഖുലൂബികുമാ സുആ. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ വല്ല വിപത്തും വിട്ടേക്കുമോ എന്ന് ഞാൻ തീർച്ചയായും ഭയപ്പെട്ടു. രാത്രികാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ കണ്ട സഹാബികൾ റിപ്പോർട്ട് ചെയ്താൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കാൻ, ഊഹിക്കാതിരിക്കാൻ, അവർക്ക് ഊഹം പിശാച് കൊണ്ടുവന്നു തരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഇടപെട്ടു. നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, അവരെന്ത് വിചാരിച്ചാലെന്താ, അവരെന്ത് പറഞ്ഞാലെന്താ, എനിക്കെന്റെ സ്വാതന്ത്ര്യമില്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, ആളുകൾ പറയുന്നത് നമ്മൾ തടുക്കണം. തടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ ആ ദുരന്തം അനുഭവിക്കേണ്ടതുള്ളൂ. ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താ എന്നല്ല, അയാളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ എന്നെ കുറിച്ചാണെങ്കിൽ ഞാൻ തിരുത്തി കൊടുക്കണം. അയാൾക്ക് ഊഹിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. സംശയമുണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാക്കി വെക്കരുത്. സംശയവിലേശമന്യേ ജീവിക്കാൻ സാധിക്കണം. അതാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യ സഫിയ്യ റളിയല്ലാഹു അൻഹയും തമ്മിൽ സംസാരിച്ചപ്പോൾ അതിൽ നടന്നുപോയവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. തെറ്റായ സാഹചര്യങ്ങൾ, അതേപോലെ തെറ്റാരോപിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് എന്താണ്? താക്കീത് നൽകിയത് ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അയാളെ പിന്തുടർന്നു. വാള് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ്, യുദ്ധത്തിന്റെ ഇടയ്ക്ക് വാള് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് വിചാരിച്ച് അയാളെ വധിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ വധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വധത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ യുദ്ധത്തിന് പോയി, യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഒരാളെ കണ്ടു, അയാളെ കൊല്ലാൻ എനിക്ക് ചാൻസ് കിട്ടി. ആ സമയത്ത് അയാൾ വാള് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനാ വാള് ദൂരത്തേക്ക് വലിച്ചെറിയുന്നത്? ഞാൻ യുദ്ധത്തിനില്ലെന്ന് ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. റസൂലേ, ഞാൻ അയാളെ വധിച്ചു കളഞ്ഞു. അയാൾ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഉസാമ അഖതൽതു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ അയാളെ വധിച്ചു കളഞ്ഞു. യാ റസൂലുള്ളാഹി ഇന്നമാ കാന മുതഅവ്വിദൻ. അയാൾ വധിക്കപ്പെടേണ്ടതാണ്, അയാൾ കുറ്റക്കാരനാണ്. ഫഖാല ഖതൽത ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അയാളെ വധിച്ചു കളഞ്ഞു. ഫമാ സാല യുകദ്ദിറുഹാ അലയ്യ. ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ ദിവസം കഴിഞ്ഞിട്ട് മുസ്ലിമായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അത്ര കാലം മുസ്ലിം അല്ലാതെ ആ ദിവസം കഴിഞ്ഞിട്ട് മുസ്ലിമായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം എന്ത്? മുസ്ലിമായ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിയ ഒരാളെ വധിച്ചെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ, ഉസാമയുടെ കാര്യത്തിൽ ഭയപ്പെട്ടെങ്കിൽ
നിങ്ങൾ ആലോചിച്ചു നോക്കുക, എത്ര ഗുരുതരമായ ഊഹമാണ് അവിടെ ഉണ്ടായത്. എന്ത് ഊഹം? ഉസാമത്തിന്റെ ഊഹം എന്താണ്? ഇയാൾ രക്ഷപ്പെടാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിയത് എന്ന് ആര് പറഞ്ഞു? അയാളുടെ മനസ്സിൽ നിയ്യത്ത് കണ്ടോ? ഇല്ലല്ലോ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത്. ഉസൂലുൽ ഖുർആനിന്റെ സ്ഥാനത്ത് ഉസൂൽ എന്ന് വരാനുള്ള കാരണം എന്താണ്? നല്ല വിചാരത്തിന്റെ സമയത്ത് ചീത്ത വിചാരം വരാൻ കാരണം എന്താണ്? ഒന്ന്, മനസ്സിൽ പാപങ്ങൾ നിറയുക, ഈമാൻ കുറയുക. ഓരോരുത്തരും ഊഹിക്കുന്നത് അവന്റെ ചിന്മക്കനുസരിച്ചാണ്. വ്യഭിചാരിയായ മനുഷ്യൻ ആരെ കണ്ടാലും അയാൾ വ്യഭിചാരിയാണെന്ന് ചിന്തിക്കും. പലിശക്കെടുക്കുന്നവൻ ആരെ കണ്ടാലും അയാൾക്ക് പലിശക്കടമുണ്ടാകുമെന്ന് വിചാരിക്കും. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവൻ ആരാണ് തട്ടിപ്പ് നടത്താത്തത് എന്ന് ആലോചിച്ച് ചിന്തിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ ലീസ്റ്റെടുത്ത് ആശ്വസിക്കും. അതാണ് പ്രശ്നം. മനസ്സിൽ പാപമുള്ളവന് പാപത്തിന്റെ രൂപത്തിലെ മറ്റുള്ളവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കാണുന്നവർ ആലോചിക്കേണ്ടത് അവരുടെ മനസ്സിൽ പാപമുണ്ട്, അവരുടെ ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഊഹിക്കുന്നവർ ആലോചിക്കണം. രണ്ടാമത്തത് മുൻവിധി. ഊഹത്തിനൊരു കാരണമാണ്, അത് അമ്മായിമ്മയാണ്. എന്തു നല്ല നിലക്ക് പെരുമാറിയാലും അത് ഉള്ളിൽ നിന്നല്ല പുറത്തു നിന്നാണ് എന്ന് വിചാരിക്കുന്ന മരുമക്കളുണ്ട്. അതേപോലെ മരുമക്കൾ എത്ര നന്നായി പെരുമാറിയാലും അത് മരുമകളായതുകൊണ്ട് അങ്ങനെ പെരുമാറുകയാണ്, മകളല്ലല്ലോ എന്ന് ചിന്തിച്ച് മുൻധാരണയോടുകൂടി പെരുമാറുന്ന അമ്മായിമ്മമാരുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുമുണ്ട്. ഒരു പൊസിഷൻ വെക്കുക, ആ പൊസിഷന്റെ മൊത്തം സ്വഭാവം ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഓരോരുത്തർക്കും ആ പൊസിഷനുള്ള ആളുകൾക്ക് അത് ആരോപിക്കുക, എന്നിട്ട് ഊഹിക്കുക, അതിനനുസരിച്ച് പെരുമാറുക. അത് ശരിയല്ല. മൂന്നാമത്തെ കാര്യം, എന്ന് വരാനുള്ള മൂന്നാമത്തെ കാരണം അസൂയയാണ്. ഒരാളുടെ നേട്ടവും വിജയവും കാണുമ്പോൾ അതിൽ അസൂയ കാണിക്കുക. എന്തിന് അതിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്തൊരാൾക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും സാമ്പത്തികമായി ഒരേ ഉന്നതി വന്നാൽ എന്ത് സംഭവിക്കും? ആരോഗ്യപരമായി ഒരേ ഉന്നതി വന്നാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളിൽ എല്ലാവരും ഒരേപോലെയാണെങ്കിൽ എന്താ ഈ ലോകത്തിന്റെ അവസ്ഥ? അതുകൊണ്ട് ഒരാൾക്ക് കൂടുതലുണ്ടെങ്കിൽ, കൂടുതൽ മക്കളുണ്ടെങ്കിൽ, അവരുടെ മക്കൾ നല്ല നിലയിലുണ്ടെങ്കിൽ, അസൂയയുണ്ടെങ്കിൽ ഊഹിച്ചവരെ കുറിച്ച് ആരോപണം പറയും. ഇപ്പോൾ അസൂയ ഊഹത്തിലേക്ക് എത്തിക്കും. അഭിപ്രായ ഭിന്നതകളോടുള്ള ഇടുങ്ങിയ സമീപനം ഉണ്ടായിരിക്കും. പല അഭിപ്രായങ്ങളുമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആ അഭിപ്രായ ഭിന്നതകളുള്ള ആളുകളെ എല്ലാവരെയും അതിലേക്ക് കണ്ടാൽ പ്രശ്നമാണ്. നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. ഒരാൾ പിന്നെ വേറൊരു വിഭാഗത്തിലെ ആളാണ്, അയാൾ അവരുടെ കൂടെ നടക്കുന്നു എന്നതുകൊണ്ട് അയാൾക്ക് പൂർണ്ണമായ വിശ്വാസമാണെന്ന് ആരോപിക്കാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ ആരോപിക്കാൻ പാടില്ല. അയാൾ ഉള്ളിൽ ഈമാൻ വെച്ച് നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന തൗഹീദുള്ള ഒരാളാണെങ്കിൽ നീ ആ പള്ളിയിൽ പോകുന്നു, അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ കൂടെ നടക്കുന്നു, നിനക്കും ആ ആശയമാണ് എന്ന് പറഞ്ഞ് ആരോപിക്കുന്നതിന് പകരം അയാളെ കുറിച്ച് സദ്വിചാരം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതേപോലെ അയാൾ മുന്നെന്നോ പറഞ്ഞൊരു അഭിപ്രായമെടുത്ത് പിന്നെ പറയുന്ന അഭിപ്രായത്തോടൊക്കെ അത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരാള് എന്തോ ഒരു സംശയം ചോദിച്ചു, ആ സംശയം നിരീശ്വരവാദിയുടെ സംശയമായിരുന്നു. അത് അയാളുടെ സംശയമല്ല, അയാളുടെ കൂട്ടുകാരന്റെ സംശയമാണ്. അയാൾ കൂട്ടുകാരന്റെ സംശയമാണ് എന്ന് പറയാൻ മറന്നു. ആ ചോദ്യം ചോദിച്ച ആള് പിന്നെ എന്ത് ചോദ്യം ചോദിച്ചാലും അയാള് അവിടുന്ന് കിട്ടിയ ചോദ്യമായിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് മറുപടി പറയണമെന്ന് പറഞ്ഞാലും എപ്പോഴോ പറഞ്ഞൊരാരോ ആ അഭിപ്രായത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട. അതും സൂഹുദ്വന്നിന് കാരണമാകും. ഇങ്ങനെ സൂഹുദ്വന്നിന് കാരണമാകുന്ന മനസ്സിൽ പാപങ്ങൾ നിറയുക, ഈമാൻ കുറയുക, മുൻവിധിയോടുകൂടി സംസാരിക്കുക, അസൂയ ഉണ്ടായിരിക്കുക, അഭിപ്രായ ഭിന്നതകളോടുള്ള ഇടുങ്ങിയ സമീപനം ഉണ്ടായിരിക്കുക, മുൻ അഭിപ്രായങ്ങൾ അവരെന്താണോ പറഞ്ഞത് അതിനോട് അവർ പറയുന്നത് ഊഹിച്ച് കണക്ട് ചെയ്യുക. ഇതൊക്കെ സൂഹുദ്വന്നിനുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഹുസ്നുൽ ളന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല ഹുസ്നുൽ ളന്നുള്ള ആളുകൾ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹുസ്നുൽ ളന്നിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഹുസ്നുൽ ളന്ന് ഉണ്ടാക്കിയെടുക്കുക?
ഹുസ്നുൽ വജ്ഹ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒന്നാമത്തേത് ഹൃദയം വിശാലമാകണം, വിശുദ്ധി വേണം. പ്രാർത്ഥനയിലൂടെയാണ് അത് ലഭിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിന് നീ സൂക്ഷ്മത തരണമേ. വസക്കാഹ, എൻ്റെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തണമേ. അന്ത ഖൈറു മൻ സക്കാഹ, പരിശുദ്ധപ്പെടുത്തുന്നതിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. അന്ത വലിയുക വ മൗലാഹ, നീയാണ് എൻ്റെ വലിയും മൗലയും അഥവാ രക്ഷാധികാരിയും ഉടമസ്ഥനും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശ, ഖുശൂഇല്ലാത്ത ഒരു കൽബിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബ, അഥവാ ആർത്തി തീരാത്ത ഒരു ആത്മാവിൻ്റെ അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. വദഅവത്തുൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കാഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബ വഇൽമിൻ ലാ യൻഫ വദഅവത്തുൻ ലാ യുസ്തജാബു ലഹ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടാതിരിക്കുക എന്നത് ഹുസ്നുൽ വജ്ഹിന് ആവശ്യമുള്ള കാര്യമാണ്. മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ അനാവശ്യമായി തല ഇടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റുള്ളവരെ പോലെ എനിക്കും വീഴ്ച വന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാനും അബദ്ധം ചെയ്യാറുണ്ട്. ഇപ്പോൾ വേറുള്ള ആളുകൾ അബദ്ധം ചെയ്യുമ്പോൾ അവരെ മേലെ കുതിര കയറാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുനിന്ന് അബദ്ധം വരലുണ്ട്, അവൻ്റെ അടുത്തുനിന്ന് അബദ്ധം വന്നു, അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ സാധിക്കണം. അതേപോലെ സഹോദരൻ്റെ നേട്ടത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുക. ഒരാൾക്കൊരു നേട്ടം വന്നാൽ ആ നേട്ടം സമൂഹത്തിന് ഉപകാരപ്പെടും, അവൻ്റെ കുടുംബത്തിന് ഉപകാരപ്പെടും, ഈ വ്യക്തിക്ക് തന്നെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. ഒരാൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അയാൾ നമ്മൾ പരിചയക്കാരനാണെങ്കിൽ എപ്പോഴേലും കൂടി ആ കടം മേടിക്കുകയും ചെയ്യാലോ, അങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലോ. ആ ഉപകാരത്തെ കണ്ടിട്ട് എന്ത് ചെയ്യാം? അവരോട് അസൂയ കാണിക്കാതിരിക്കാം, മനുഷ്യ സ്വഭാവത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക, ആദരിക്കാൻ പരിശ്രമിക്കുക. പല ആളുകൾക്കും ദുഷിച്ച സ്വഭാവം ഉണ്ടാവും, പക്ഷെ അവർക്ക് കുറേ നന്മകൾ ഉണ്ടാവും. ഒരു 99 നന്മ ഉണ്ടാകും, ഒരു തിന്മ ഉണ്ടാവും. എന്നാൽ ആ തിന്മ വിചാരിച്ച അയാൾ അനാദരിക്കുക എന്നറിയുമ്പോൾ 99 നന്മകൾ അവഗണിക്കലായി. അങ്ങനെയില്ലാതെ എല്ലാവരെയും ആദരിക്കാനും ബഹുമാനിക്കാനും സാധിക്കണം. അതേപോലെ ഹുസ്നുൽ വജ്ഹ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം, ഒന്ന് റബ്ബിൻ്റെ തൃപ്തി കിട്ടും, രണ്ട് നമുക്ക് സന്തോഷം ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും. ആരെ കണ്ടാലും അയാളെ 3 ദോഷം വിചാരിക്കാം, 3 ദോഷം ഊഹിക്കാം. എന്നിട്ട് എന്താ ഓൻ അങ്ങനെയെന്ന് പറയാം, മറ്റവരെ കാണുമ്പോൾ എന്താ ഓൻ അങ്ങനെയെന്ന് പറയാം, ഇവരെ കാണുമ്പോൾ ഇവളെ കാണുമ്പോൾ അവളെന്താ അങ്ങനെയെന്ന് പറയാം. ഇങ്ങനെ പറയുന്നവന് എപ്പോഴും സന്തോഷം സമാധാനം ഉണ്ടാവും. ആരെ കാണുമ്പോൾ അവന് ദുഃഖമായിരിക്കും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവനായി തീരാൻ സാധിക്കും. ഒരാളൊരു 10 ഗുണം വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കിയും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കാരം. ഒരാളൊരു 4 ദോഷം വെച്ചിട്ട് നോക്കി നോക്കിയും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ പ്രയാസിക്കാരം. അപ്പോൾ വേറുള്ളവരൊക്കെ ഗുണം കാണാൻ നമുക്ക് സാധിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ സ്വന്തം ന്യൂനതകളെ തിരിച്ചറിഞ്ഞ് വിനയത്തോടുകൂടി ജീവിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹുസ്നുൽ വജ്ഹ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊക്കെ എന്തു വേണം? ഖുർആനിൻ്റെ തത്വങ്ങൾ ആഴത്തിൽ പഠിക്കണം, ഹദീസ് ആഴത്തിൽ പഠിക്കണം. അപ്പോഴേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ മസ്ജിദ് വിളിച്ചിട്ട് ഇനി അത് ഉണ്ടാക്കിയെടുക്കും, ഖുതുബയിൽ കേട്ടതല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ ആഴത്തിൽ അതിൻ്റെ അർത്ഥം പഠിക്കുന്നവർക്ക് പരലോകത്തെക്കുറിച്ച് ഒരു നല്ലൊരു ചിത്ര മനസ്സിലുള്ളവർക്ക് മാത്രമുള്ളൂ ഏത് നന്മയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞായറാഴ്ചകളിൽ വൈകുന്നേരം ഇവിടെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ പ്രിവച്ചലസ് നടക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന കുറേ ആളുകളെ ഓർമ്മിപ്പിക്കാനും വരാത്ത ആളുകൾക്ക് അറിയിച്ചു തരാനാണ്. മഗ്‌രിബിന് വരിക, യശ കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിച്ചത് തിരിച്ചു പോകാം. ഇനി അടുത്ത ആഴ്ച മുതൽ സൂറത്തുൽ നൂർ തുടങ്ങുക, പുതിയ സൂറത്ത് തുടങ്ങുക. സൂറത്തുൽ നൂറിൽ കുറേ കുടുംബപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ തത്വങ്ങളാണ് ഇതിൽ പറയുന്നത്. കുടുംബ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. ആ സംഗതി ശരിക്ക് കിട്ടണമെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഖുർആനിന് വേണ്ടി ചെലവഴിച്ചാൽ നാളെ പരലോകത്തിൽ അത് കിതാബിൻ്റെ ആ രേഖയിലും മീസാനിലും വലിയ കനപ്പെട്ട സംഗതി എന്റെക്കാണ്. ഒരു ചെറിയൊരു കാറ്റലോഗ് കിട്ടും ഫ്രിഡ്ജിൻ്റെ കൂടെ. അത് കൃത്യമായിട്ട് നോക്കാത്ത ആളാണെങ്കിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ അത് കേടുവരും. അതേപോലെ മനുഷ്യനുള്ള കാറ്റലോഗാണ് പരിശുദ്ധ ഖുർആൻ. ആ കാറ്റലോഗ് പഠിക്കാത്തവനൊക്കെ ദുനിയാവിനാലോചിച്ച് ജീവിക്കാൻ അവൻ ഈ ലോകത്തും പരലോകത്തും പരാജയം ഉണ്ടാവും.
ആ പരാജയത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഖുർആൻ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ പഠിക്കാനുള്ള സംവിധാനം എല്ലാ വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരവും ഇവിടെ ഉണ്ട്. ആ കാര്യം സന്തോഷപൂർവ്വം അറിയിക്കാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യാം, ആ കാര്യത്തിൽ പങ്കെടുക്കുക. അല്ലാഹു തആല ആരെ കണ്ടാലും ഹുസ്നം കൊണ്ട് വിചാരിക്കുന്ന നല്ല സത്യവിശ്വാസികൾ, ഹൃദയ വിശാലതയുള്ളവരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആലയെ കുറിച്ച് ഹുസ്നം കൊണ്ട് വിചാരിച്ച് അല്ലാഹുവിൻ്റെ ലിഖാഇനെ കൊതിച്ച് അവിടെ എത്തുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആഴ്ചയിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.